എല്ലാ കൂട്ടുകാർക്കും ലിസമ്മാസ് ഫുഡ് ആൻഡ് ടിപ്സിൻ്റെ ഹാപ്പി വാലന്റൈൻസ് ഡേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയാണ് പുട്ട് ഐസ്ക്രീമാണ്. എല്ലാവർക്കും പുട്ട് ഐസ്ക്രീം ഉണ്ടാക്കാൻ അറിയാമോ എന്ന് അറിയില്ല, എങ്കിൽ തന്നെയും ഭൂരിഭാഗം ആൾക്കാരും ഇത് ട്രൈ ചെയ്തതായിരിക്കും. നല്ല സൂപ്പർ ടേസ്റ്റിയാണ്. ഇപ്പോൾ ഈ ചൂട് സമയത്ത് നമുക്ക് കഴിക്കാനും ഉണ്ടാക്കാനും വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിനുവേണ്ടി നമുക്ക് കുറച്ച് സാധനങ്ങൾ നമുക്ക് വേണം. മെയിനായിട്ട് നമുക്ക് വേണ്ടത് പുട്ടുകുറ്റിയാണ്. അപ്പം ആ പുട്ടുകുറ്റിയുടെ ആ സംഭവം ഉണ്ടല്ലോ, അത് നമുക്ക് ആദ്യം ഒരു 2 മണിക്കൂറെങ്കിലും നമ്മൾ ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഫ്രീസറിൽ ഇത് ആദ്യം വെക്കുക എന്നുള്ളതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഐസ്ക്രീമാണ്. അത് ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നമുക്ക് എടുക്കാവുന്നതാണ്. പിന്നെ നമുക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ്, അതായത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് വേണം. കോൺഫ്ലേക്സ് വേണം. കോൺഫ്ലേക്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ആവലാണെങ്കിലും ചുമ്മാ ഒന്ന് വറുത്ത് എടുത്താൽ മതി. കോൺഫ്ലേക്സ് വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. പിന്നെ നമുക്ക് കുറച്ച് നട്ട്സോ, അതിപ്പം നട്ട്സ് ഒന്നും ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കപ്പലണ്ടി ആണെങ്കിലും ഉപയോഗിക്കാം. പിന്നെ ടൂട്ടി ഫ്രൂട്ടിയോ എന്താണ് നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതൊക്കെ ഇടാം. ഞാനിപ്പം കുറച്ച് ബദാമും കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ചെറിയുമാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് കിസ്മിസും എടുത്തിട്ടുണ്ട്. അപ്പം ഇത് വെച്ച് നമുക്ക് ഇന്ന് പുട്ട് ഐസ്ക്രീം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് ഏത് സാധനങ്ങൾ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഐസ്ക്രീം ആണെങ്കിൽ അതുപോലെ തന്നെ ഏത് ഫ്ലേവർ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാം. ഇനി നമുക്ക് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ഞാനിപ്പം ഐസ്ക്രീം ഡബ്ബയൊക്കെ ഒന്ന് തുറക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് നേരെ നമ്മളിതൊന്നും പുറത്ത് വെക്കാൻ പാടില്ല. ഐസ്ക്രീം അറിയാമല്ലോ, പെട്ടെന്ന് തന്നെ മെൽറ്റായി പോകും. ഇപ്പം ഞാൻ ഫ്രീസറിൽ ഒന്നുകൂടെ ഇത് ഈ ചില്ലും ഉൾപ്പെടെയാണ് നമ്മൾ വെക്കേണ്ടത് ഫ്രീസറിൽ കേട്ടോ. എല്ലാം നല്ലതായിട്ട് തണുത്ത് ഒന്നുകൂടെ ഒന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചായിട്ട് നമ്മൾ ഈ മിക്സ് ആദ്യം അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ജസ്റ്റ് ഒന്ന് കുലുക്കി കൊടുക്കുക, ഒന്ന് നിരപ്പാകാൻ വേണ്ടിയിട്ടാണേ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഐസ്ക്രീം ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം സ്ട്രോബെറിയും വാനിലയും ആയതുകൊണ്ട് ആദ്യം ഞാൻ സ്ട്രോബെറിയാണ് ചേർക്കുന്നത്. നടുക്ക് മാത്രം കുറച്ച് വാനില ഇടാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം കുറച്ച് സ്ട്രോബെറി ഇട്ട് കൊടുത്തു. ഒരു 2 സ്പൂണൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ആവശ്യത്തിന് എത്രയാണോ ആ രീതിയിൽ നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് കുത്തി കൊടുക്കണേ. എന്നാലേ അത് നന്നായിട്ടൊന്ന് നിരത്തി നമുക്ക് പൊടിയാതെ നല്ല രീതിയിൽ നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയും അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മിക്സ് കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. അതും ഇട്ട് കൊടുത്തതിന് ശേഷം അതുകൂടെ ഒന്ന് നിരത്തിയതിന് ശേഷം നമുക്ക് അടുത്ത ഏത് കളറാണോ നമുക്ക് വേണ്ടത് അത് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ വാനിലയാണ് ചേർക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ അതും കൂടെ കുറച്ചിട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മിക്സ് ഇടുക. നമ്മൾ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ തേങ്ങാപ്പിരി ഇടുന്നതിന് പരമായിട്ട് ഈ മിക്സ് ഇടുന്നതെന്ന് മാത്രം. അപ്പോൾ മിക്സ് ഇടുന്നു, ഐസ്ക്രീം ചേർക്കുന്നു, അങ്ങനെ. അപ്പോൾ എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് ഒരു 2-3 മണിക്കൂർ നമ്മൾ ഫ്രീസറിൽ വെക്കണം. എൻ്റെ മുകളിലത്തെ ലെയറും ഏകദേശം സെറ്റായിരിക്കുകയാണ്. അതിൻ്റെ മുകളിലും കുറച്ച് ഡ്രൈ നട്ട്സും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 3 മണിക്കൂർ കുറഞ്ഞത് നമ്മൾ വെക്കണം. നല്ലതായിട്ട് സെറ്റായി വന്നതിന് ശേഷം മാത്രമേ നമ്മളിത് എടുക്കാൻ പാടുള്ളൂ. നല്ല ടേസ്റ്റാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു, ഈ ചൂട് സമയത്തൊക്കെ കഴിക്കാൻ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ കഴിക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. അപ്പം തൊണ്ടവേദനയും പനിയുള്ളവരൊന്നും ഇത് കഴിക്കരുത്. അപ്പോൾ അത് ഞാൻ പറയുന്നു. ഇപ്പം നമ്മുടെ ക്ലൈമറ്റൊക്കെ കുറച്ച് മാറിയിരിക്കുകയാണല്ലോ. അപ്പോൾ നമ്മുടെ പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാനൊന്ന് കുത്തിയെടുക്കാൻ പോവാണ്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പുട്ട് ഐസ്ക്രീം വരുന്ന കണ്ടോ. അപ്പം നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ എനിക്ക് കുറച്ചൊരു ഇത് വന്നെന്ന് പറഞ്ഞാൽ കോൺഫ്ലേക്സ് കുറച്ച് വലുപ്പം ആയതുകൊണ്ട് അതിൻ്റെ അത് കുറച്ചൊന്ന് ഇളകിപ്പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ കോൺഫ്ലേക്സ് ഉണ്ടല്ലോ, ജസ്റ്റ് ഒന്ന് കുത്തിപ്പൊടിച്ച്, മിക്സിയിലിട്ട് പൊടിക്കരുത്, അല്ല ഒന്ന് കുത്തിപ്പൊടിച്ച് ഇടുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഇനിയും ഞാൻ ഉണ്ടാക്കുമ്പോഴേ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുന്നുണ്ട്. എനിക്കൊന്ന് കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നു, അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ഐസ്ക്രീം നിങ്ങൾക്ക് ചേർക്കാം കേട്ടോ. അപ്പം ഞാനിവിടെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടം പോലെ നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മുടെ ഒരു പുട്ട് ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ വാലന്റൈൻസ് ഡേ ആയിട്ട് ഒരു സ്പെഷ്യൽ റെസിപ്പി നിങ്ങൾക്കായിട്ട് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുവാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. എപ്പോഴും പറയുന്ന പോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക്